ഓണമൊക്കെ ഇങ്ങോട്ട് അടുത്തൂലേ. അപ്പോഴാണ് ഞാൻ പണ്ടത്തെ ഓണപരീക്ഷയുടെ കാര്യം ആലോചിച്ചത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓണപരീക്ഷ എന്ന ഓണത്തിന് മുമ്പ് തന്നെ പതിവ്. പക്ഷെ ഇപ്പൊ ഒക്കെ പല സ്കൂളിലും ഓണം കഴിഞ്ഞിട്ടാ. പാവം പിള്ളേരെ കേട്ടോ. ഓണത്തിന് അവധി കിട്ടുകയും ചെയ്തു. ഒന്നും മര്യാദയ്ക്ക് ആഘോഷിക്കാൻ പറ്റുമോ അതൊട്ട് ഇല്ലേനു. ഓണപരീക്ഷ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഹാഫ് ദ സിലബസ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ സാധനം എത്ര പഠിച്ചാലും തലേ കയറില്ല. ഓരോ ഡേറ്റ്സ് ഒന്നും പഠിച്ചാൽ ഓർമ്മ നിൽക്കില്ല. എൻ്റെ മോളൊക്കെ പഠിക്കണ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ബുക്കും തുറന്നു വെച്ചാൽ അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണ കാരണം എങ്ങനെയാ അങ്ങനെയൊക്കെ പഠിച്ചാൽ ഓർമ്മ നിൽക്കുക. ഈ സോഷ്യൽ സ്റ്റഡീസ് എന്നുള്ള സബ്ജക്റ്റ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിന്നിട്ടും കിടന്നിട്ടും ഇരുന്നിട്ടും അയ്യോ ഒന്നും പറയണ്ട. വൃന്ദാവൻ കോളനിയിൽ ആവണ സമയത്ത് എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ളവർക്കൊക്കെ അറിയാം. അങ്ങനെ അലമുറ ഇട്ടിട്ടാണ് ഞാൻ പഠിക്കുക. പോരാത്തന്നെ വീടിൻ്റെ പിന്നിൽ നടന്നിട്ട് തിരുമ്പണ കല്ലിൻ്റെ മേലെ കയറി നിന്നിട്ട് എന്ന് വേണ്ട എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു എന്നറിയോ. അതെന്താ വെച്ചാലേ ആരോ എനിക്ക് പറഞ്ഞു തന്നൊരു വിദ്യ. ഈ ഓരോ യുദ്ധങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിലെ മെയിൻ കഥാപാത്രങ്ങളെ അമിതാഭ് ബച്ചനായിട്ടോ അല്ലെങ്കിൽ വല്ല സിനിമയിലെ കഥാപാത്രങ്ങൾ മമ്മൂട്ടിയായിട്ടോ ഒക്കെ ആലോചിച്ചിട്ട് ആ ബാറ്റിലിനെ ഒരു കഥ പോലെ മെനഞ്ഞ് പറഞ്ഞു പഠിച്ചാൽ അത് ഓർമ്മ നിൽക്കുന്നു. സത്യമായിട്ടും ചിരിക്കണ്ട, എനിക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വിദ്യ കേട്ടോ അത്. അതുകൊണ്ട് എൻ്റെ ഭാവനയിലുള്ള ഇബ്രാഹിം ലോധി അമിതാഭ് ബച്ചനും ഷേർഷാ സൂരി മമ്മൂട്ടിക്കായിട്ടാണ് കേട്ടോ അവതരിക്കാറ് പഠിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ഈ ബുക്കും തുറന്നു വെച്ചിട്ട് ഒരേ സ്ഥലത്തിരുന്ന് അതിലേക്ക് വെറുതെ നോക്കിയിരുന്ന് പഠിക്കില്ലേ, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അത്ര വിശ്വാസമില്ല കേട്ടോ. പിന്നെ ഞാൻ മാത്സ് പഠിച്ചിരുന്നത് പാട്ട് വെച്ചിട്ടാ. മാത്സ് ചെയ്യുമ്പോൾ പാട്ട് അവിടെ ഒരു സ്ഥലത്ത് നടക്കണ്ടാവും, ഞാൻ കണക്ക് ചെയ്യണ്ടാവും. അച്ഛൻ പലപ്പോഴും ചോദിക്കണ്ടാവും നീ പഠിക്കുന്നതാണോ അതോ പാട്ട് കേൾക്കുകയാണോ എന്ന്. പോരട്ടെ, അപ്പോൾ എന്നെപ്പോലെ വികൃതമായ പഠനശൈലികളുള്ളവരാരൊക്കെ അവിടെ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട്.